ഹലോ, നല്ല അടിപൊളി രുചിയിൽ കേരച്ചൂരമീൻ കറി വെച്ചാലോ? ഇതിനാദ്യം വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വലിയ ജീരകം. അത് പൊടിച്ചെടുത്ത് വെക്കണം. പിന്നെ ഒരു തക്കാളിയും കൂടി അരച്ചെടുത്ത് വെക്കാം. ചട്ടി ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവയാണ് കേട്ടോ. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയില്ലേ, അത് ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ല രീതിയിൽ വഴഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം എരിവിന് ആവശ്യത്തിന് മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെരുംജീരകം. അധികം ആരും ചേർക്കാറില്ല മീൻകറിക്ക്. നമുക്കിതൊന്ന് ചേർത്ത് നോക്കാം. നമ്മൾ ഈ ചേർത്ത പൊടികളെല്ലാം നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. കാരണം ആ പച്ചമണം എല്ലാം മാറണം, നല്ല മൂത്ത് വരണം. അതിനുശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിനിടയിൽ ഉപ്പ് കൂടി നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണോ കൂടുതലാണോ നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം പച്ചമുളകും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം തന്നെ ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ല രീതിയിൽ വെന്ത് വരണം. വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതും കുറച്ച് മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ ചോറ് ഉഗ്രനായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ദ ബൈ.